ഫെയർഫോൺ എന്നുള്ള ബ്രാൻഡിൻ്റെ ഫെയർഫോൺ 6 പ്ലസ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫെയർഫോൺ 6 പ്ലസ് എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4415 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ബാറ്ററി കപ്പാസിറ്റി കുറവാണ്, പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അപ്പം ഈസി ആയിട്ട് നമുക്ക് ഇത് റിമൂവ് ചെയ്തിട്ട് ബാറ്ററി ഈസി ആയിട്ട് മാറ്റാവുന്നതാണ്. പിന്നെ ഈ ഒരു ബ്രാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഫോക്കസ് ഇപ്പോൾ കൂടുതൽ കാലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണ്, അതുപോലെ തന്നെ നേച്ചറിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫോൺ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാറ്ററി എന്നുള്ളത് ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. പിന്നെ ജസ്റ്റ് ബാറ്ററി മാത്രമല്ല 12ഓളം ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാർട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബാക്കി ഫോണുകളെ പോലെ ഇപ്പം റിപ്പയർ ചെയ്യാൻ അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഫോൺ ആയിരിക്കില്ല ഇത്. ഇവൻ കസ്റ്റമേഴ്സിന് തന്നെ ഇത് ഈസി ആയിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലായിരിക്കും വരിക. അപ്പം അതാണ് ഈ ഒരു ഫോണിൻ്റെ ഒരു ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിലോട്ട് തിരിച്ചു വരുമ്പം ഇതിൽ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി സെറ്റപ്പ് മൊത്തത്തിൽ നോക്കുമ്പം അത്ര മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി ഒന്നും ഇതിൽ വരുന്നില്ല. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാ-പിക്സലിൻ്റെ 1.88 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി LYT700Cയുടെ മെയിൻ ക്യാമറ സെൻസറാണ്. OSൻ്റെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ 13 മെഗാ-പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 32 മെഗാ-പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇപ്പോൾ ഫോണിൻ്റെ വില ഏകദേശം 62,200 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ക്യാമറയിൽ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ സാധാരണ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവിടെ അതൊന്നും വരുന്നില്ല. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ ആൻഡ്രോയിഡ് 16 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. 6 കൊല്ലത്തേക്കുള്ള OS അപ്ഡേറ്റും 7 കൊല്ലത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം കൂടുതൽ കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഇതിൽ ലഭിക്കും. ഇപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കാരണം ഇവർ മെയിനായിട്ട് പറയുന്നത് കൂടുതൽ കാലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ എന്നാണ്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരുമ്പം 6.31 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് 1400 nits ആണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 7യുടെ പ്രൊട്ടക്ഷനൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാം. എടുത്തു പറയേണ്ട കാര്യം അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ സൈസാണ് ഇതിൽ വരുന്നത്. പിന്നെ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 193 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 9.6 mm ആണ്. പിന്നെ IP65 റേറ്റിംഗ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. MIL STD 810Hൻ്റെ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ ഫോണിൻ്റെ കൊബാൾട്ട് ബ്ലൂ, ഫോറസ്റ്റ് ഗ്രീൻ, അതുപോലെ തന്നെ ഹൊറൈസൺ ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ഒക്കെയാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 7S Gen 4 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 62,200 രൂപ പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല ഇത്. ആക്ച്വലി ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം അത്ര നല്ലൊരു പ്രോസസ്സറൊന്നും ഇതിൽ വരുന്നില്ല. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 12 GB റാം വരെയും 256 GB ഇൻറ്റേർണൽ വരെയും ഇതിൽ വരുന്നുണ്ട്. LPDDR5ൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ ഇതിൽ വരുന്നുള്ളൂ. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ്സിലോട്ട് ഇതിൽ വരുന്നുണ്ട്. NFC-യുടെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ 5 കൊല്ലത്തെ വാറൻറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അധിക ബ്രാൻഡുകളൊന്നും ഇത്രയും കാലത്തേക്കുള്ള വാറൻറ്റിയും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. എന്തായാലും ഈ ഒരു ഫോണിൽ അത് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് $649 എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 62,200 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഫീച്ചേഴ്സ് അത്ര മികച്ച ഫീച്ചേഴ്സ് ഒന്നുമില്ല. അപ്പം പ്രോസസ്സർ അത്ര മികച്ചതല്ല. ഓൺ പേപ്പർ ബാറ്ററി സെറ്റപ്പ് അത്ര മികച്ചതല്ല. ക്യാമറയിൽ നമ്മൾ ടെലിഫോട്ടോ ലെൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അത് വരുന്നില്ല. ആവറേജ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കൂടുതൽ കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ലഭിക്കും, കുറേ കാലത്തേക്കുള്ള വാറൻറ്റി ലഭിക്കും, അതുപോലെ തന്നെ കുറേ റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാർട്സുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പം റിപ്പയർ ചെയ്യാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇപ്പം ഇത് വളരെ ചെറിയ ഒരു ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. സാധാരണ ഒരു ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സ്മാർട്ട് ഫോൺ അല്ല. കൂടുതൽ കാലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, ഇപ്പോൾ നേച്ചറിനൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോൺ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നത് വെച്ചാൽ മിക്കവാറും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യില്ല. അവർ സാധാരണ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യാറില്ല. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് മേടിക്കാവുന്നതാണ്. എന്തായാലും ഫെയർഫോൺ 6 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.